പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീതിയും എതിർപ്പും ഉയരുമെന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനാകില്ലെന്ന് സംസ്ഥാന സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അതിനാൽ ചെറു ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തിയിരുന്നു. അങ്ങനെ ഒരു ആലോചന ഇപ്പോഴില്ല. പക്ഷേ ഉള്ളിലെ താല്പര്യം വൈദ്യുതി വകുപ്പ് മറച്ചുവെക്കുന്നില്ല. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ ചർച്ച ചെയ്യണം. പഠിച്ച ശേഷം നല്ലതാണെങ്കിലും എടുക്കുമല്ലോ. ജനങ്ങൾക്ക് ദ്രോഹമുള്ള ഒരു സംഗതി കൊണ്ടുവരാൻ നിൽക്കും. ഇപ്പോഴത്തെ പുതിയ സ്കീം പ്രകാരം 6 ഏക്കർ മതി എന്നാണ്. നമ്മളിപ്പോൾ പോളിസിയിൽ ഒരു തീരുമാനം എടുക്കണല്ലോ. ഇതൊരു ചർച്ച വന്നാലേ ജനങ്ങൾക്ക് ഇതിന്റെ എതിർപ്പും ഇതൊക്കെ മനസ്സിലാക്കുള്ളൂ. എന്നാൽ ആണവ നിലയം സ്ഥാപിച്ച് നിസ്സാര വിലയ്ക്ക് വൈദ്യുതി ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന നിലപാടാണ് വൈദ്യുതി ബോർഡിനുള്ളത്. അത് നടപ്പാക്കാനായി വൈദ്യുതി മന്ത്രിയുടെ മനസ്സിൽ ഒരു പ്ലാനുമുണ്ട്. കേരളത്തിന് പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ നിലയം സ്ഥാപിക്കുക. പ്രൈവറ്റുകാർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഷെയർ എടുക്കുകയോ അല്ലെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി വാങ്ങുകയോ അതൊക്കെ ചെയ്യാലോ. നമുക്കത് ആലോചിക്കാവുന്നതാണ്. അതൊക്കെ എല്ലാം വിധത്തിൽ ഞാൻ മാത്രമല്ല മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടേ ഒരു തീരുമാനമുള്ളൂ. സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുടെ പവർ പർച്ചേസ് മേടിച്ചാലും മതിയല്ലോ. അതൊരു എഗ്രിമെന്റ് വെച്ചാലും മതിയല്ലോ. ആ രീതിയിൽ ചെയ്യാന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ജനസാന്ദ്രത കുറഞ്ഞതും ഭൂമി യഥേഷ്ടം കിട്ടുന്നതുമായ രാജസ്ഥാൻ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്വകാര്യ പങ്കാളിത്തത്തിൽ ആണവ നിലയം സ്ഥാപിക്കാം. വലിയ മുതൽ മുടക്ക് വേണമെങ്കിലും യൂണിറ്റിന് 1 രൂപയ്ക്ക് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. മിച്ചമുള്ള വൈദ്യുതി അനുവദിച്ചു കിട്ടാനായി ആണവോർജ്ജ കമ്മീഷനുമായുള്ള ചർച്ചയ്ക്ക് ഊർജ്ജ വകുപ്പ് ഉദ്യോഗസ്ഥരെ സർക്കാർ അയച്ചപ്പോഴാണ് ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ സാധ്യത കമ്മീഷൻ തേടിയത്. ഭൂമിയുടെ ലഭ്യത, ഭൂകമ്പ സാധ്യതയില്ലാത്ത മേഖലയാണോ തുടങ്ങിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു ഫോർമാറ്റ് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിന് പുറത്ത് ആണവ നിലയത്തിനുള്ള സാധ്യതയാകും സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം. ചർച്ച വരട്ടെ. ചർച്ച ഇപ്പോൾ ജനങ്ങളുടെയൊക്കെ ചർച്ച വരുമ്പോഴേ അത് തീരുമാനമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി കുറെ കൂടി അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ഓഫറൊക്കെ കിട്ടിയ ശേഷമല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. KSEB ആകട്ടെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രധാന മാർഗമായി കാണുന്നത് സംസ്ഥാനത്തൊരു ആണവ നിലയമാണ്. കാരണം കഴിഞ്ഞ വർഷം 13,280 കോടി രൂപയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നു. ഇക്കൊല്ലം അത് 15,000 കോടി രൂപയാകും. ഇപ്പോൾ പഠനം നടത്തി സ്ഥലം കണ്ടെത്തിയാൽ 6 വർഷം കൊണ്ട് ആണവ നിലയം സ്ഥാപിക്കാം. പിന്നെ 60 കൊല്ലം കഴിഞ്ഞ് അടച്ചുപൂട്ടിയാൽ മതി. ജലവൈദ്യുതിയോ സൗരോർജ്ജമോ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയോ ഇതിലും ആദായകരമല്ലെന്ന് വിലയിരുത്തിയാണ് വൈദ്യുതി ബോർഡ് ആണവ നിലയത്തിന്റെ വക്താക്കളാകുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.